ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈം ആൻഡ് ചില്ലീസ്. അപ്പോഴേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിടിലൻ റെസിപ്പി ആയിട്ടാണ്. എന്താണെന്ന് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ അമൃതം പൊടി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അമൃതം പൊടി വെച്ചിട്ട് ഒരു വെറൈറ്റി കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അമൃതം പൊടി ഇല്ലാത്തവർക്കാണെങ്കിൽ ഈ അമൃതം പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അമൃതം പൊടി തന്നെ വേണം നിർബന്ധമില്ല. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇത്. അമൃതം പൊടി കഴിക്കാത്ത കുട്ടികൾക്ക് പോലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പാത്രം കാലിയാവുന്നത് അറിയില്ല. ഇത്രയ്ക്കും ടേസ്റ്റാണ് ഈ ഒരു കേക്കിന്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രീതിയിലാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കിയിട്ട് എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുൻപേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഒരു 2-3 തവണ നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ കേക്ക് നന്നായിട്ട് കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് അളന്നെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഏത് ഗ്ലാസ്സാണോ ഉള്ളത് ആ ഗ്ലാസ്സിൽ അളന്നെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സെയിം ഗ്ലാസ്സിൽ തന്നെ നിങ്ങൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഈ പറയുന്ന കറക്റ്റ് അളവിൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. കറക്റ്റായ അളവുണ്ടായിരിക്കണം. കറക്റ്റായ അളവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല കേക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏത് ഗ്ലാസ്സാണ് എടുക്കുന്നത് അതിൽ തന്നെ എല്ലാം മെഷർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഗ്ലാസ് മുഴുവനായിട്ട് അമൃതം പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അമൃതം പൊടി നമുക്ക് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ അമൃതം പൊടി ഒരു സ്പൂണ് വെച്ചിട്ടെങ്ങാനും ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതല്ലാതെ ഗ്ലാസ് നല്ല ടൈറ്റ് ചെയ്തിട്ട് ഫുള്ളാവുന്നത് വരെ നമ്മൾ നല്ലോണം ടൈറ്റ് ചെയ്ത് അതിലേക്ക് അമൃതം പൊടി എടുത്ത് വയ്ക്കരുത്. കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇതിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ 1 പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബേക്കിംഗ് പൗഡറിൻ്റെയും ബേക്കിംഗ് സോഡയുടെയും ഒന്നും അളവ് അധികം കൂട്ടരുത്, കുട്ടികൾക്ക് കൊടുക്കാനില്ലല്ലേ. അപ്പോൾ വളരെ കുറച്ച് മാത്രം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമുക്കിതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കേക്കിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് 1 പിഞ്ച് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പിൻ്റെ അളവ് അധികം ആവരുത്, 1 പിഞ്ച് മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡർ ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൊക്കോ പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2-3 തവണ നമ്മളിത് അരിച്ചെടുക്കണം. ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ ഇതിൽ കട്ടകട്ടി നിൽക്കുന്ന പൊടികൾ ഉണ്ടെങ്കിൽ എല്ലാം നന്നായി ഉടഞ്ഞു കിട്ടും. അതുകൊണ്ടാണ് നമ്മളിത് നന്നായിട്ട് അരിച്ചെടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ 2-3 തവണ എന്തായിട്ടും നിങ്ങൾ അരിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാനിവിടെ 2-3 തവണ അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് ആണ്. ഞാനിവിടെ ഡയറി മിൽക്കാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പ്ലെയിൻ ആയ ചോക്ലേറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ ചോക്ലേറ്റ് ചേർക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇങ്ങനെ ആകുമ്പോൾ കുട്ടികൾ ഇത് ചോദിച്ച് വാങ്ങിയിട്ട് തന്നെ കഴിക്കും. ഇനി നമ്മൾ ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു പാത്രത്തിൽ ഞാനിവിടെ വെള്ളം ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ചോക്ലേറ്റ് ഇറക്കി വയ്ക്കാം. ഇത് നന്നായിട്ട് അലിഞ്ഞ് കിട്ടുന്നത് വരെ നമ്മൾ ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ ചോക്ലേറ്റ് ചെറിയതായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. എല്ലാ പീസസും അലിഞ്ഞ് കിട്ടുന്നത് വരെ തന്നെ നമ്മളിത് ഇതുപോലെ ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഇവിടെ അലിഞ്ഞ് കിട്ടും. അപ്പോൾ ചോക്ലേറ്റ് എല്ലാം നന്നായിട്ട് ഇവിടെ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കണം. നമ്മളിവിടെ ബീറ്ററോ ഓവനോ ഒന്നും ഉപയോഗിച്ചിട്ടല്ല ഈ ഒരു കേക്ക് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. മിക്സിയുടെ ജാറിൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ ഒരു മിക്സിയുടെ ജാറിന് ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഇത് നന്നായിട്ട് നമ്മൾ തുടച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാൻ പാടുള്ളൂ. ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഈ അമൃതം പൊടിയിലും മധുരമുണ്ട്,
അതുകൂടാതെ നമ്മൾ ചോക്ലേറ്റും ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1/2 ഗ്ലാസ് പഞ്ചസാര മതിയാകും. ഇത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ഇവിടെ നന്നായിട്ട് ഒട്ടും തരികളില്ലാതെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് ചേർത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം വലുപ്പമുള്ളതാണ്. അഥവാ ചെറിയ മുട്ടയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 എണ്ണം ചേർത്തോളൂ. ഈ മുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 മുട്ടയും ഞാനിതിൽ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഓയിലാണ്. ഞാനിപ്പോൾ ഇതേ ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വാനില എസൻസ് ഓപ്ഷണലാണ്. നിങ്ങളടുത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്താൽ പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും, ശരിയാണ്. പക്ഷെ അഥവാ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ 2 ഏലക്ക തൊലി കളഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് നമ്മളിത് അടിച്ചെടുക്കണം. എന്നാൽ മാത്രമേ മുട്ട നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഇവിടെ മുട്ടയും പഞ്ചസാരയും ഒക്കെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിച്ചു വെച്ച അമൃതം പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ കുറച്ചായി വേണം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം മുഴുവനായി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ നോക്കിയാൽ കറക്റ്റായിട്ട് മിക്സായി കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചായി ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കുകയെന്നാണ് നല്ലത്. അപ്പോൾ ഓരോ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ടകൾ ഇട്ടിട്ട് ഇതിൽ നിൽക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുന്നത്. എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് മിക്സ് ചെയ്താലും ഈ കേക്ക് അധികം പൊങ്ങി വരില്ല. അതുകൊണ്ട് ഇതുപോലെ ഒരേ സൈഡിലേക്ക് തന്നെ അധികം സ്പീഡില്ലാതെ നിങ്ങൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഓവർ മിക്സ് ആയാൽ കേക്ക് ഒട്ടും പൊങ്ങി വരില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ചായി അമൃതം പൊടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഇഡ്ഡലി പാത്രത്തിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് നമുക്ക് ഈ ഒരു ഇഡ്ഡലി പാത്രത്തിൽ ഓയിൽ തടവി കൊടുക്കാം. ഇങ്ങനെ ഓയിൽ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കേക്ക് വെന്ത് വന്നാൽ ഒട്ടും അടിയിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്കിത് ഇതിൽ നിന്ന് വിട്ട് കിട്ടും. അഥവാ നിങ്ങൾക്ക് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ബാറ്റർ കുറച്ചായി ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ ചോക്ലേറ്റ് നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ അളവിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടെ നമുക്ക് കുറച്ചുകൂടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ആ ഒരു ചോക്ലേറ്റ് കവർ ചെയ്ത് വരുന്ന രീതിയിൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ മുഴുവനായിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. അതിനുശേഷം നമ്മളൊരു തുണി വെച്ച് ഇത് അടച്ചതിന് ശേഷം മാത്രമേ ഇതിൻ്റെ അടപ്പ് വെച്ച് അടക്കുന്നുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിലെ ആവി വെള്ളമൊക്കെ കേക്കിൽ വീണിട്ട് കേക്ക് ഒട്ടും ശരിയാവാതെ വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആവി വെള്ളമൊക്കെ ഈ തുണി വലിച്ചെടുത്തോളൂ. അതുകൊണ്ട് ഇങ്ങനെ ഒരു തുണി വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ മൂടി അടച്ചു വയ്ക്കാവൂ. ഇനി നമ്മളിത് 15 മുതൽ 20 മിനിറ്റ് വരെയാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അത്രയും സമയം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. അതിൽ കൂടുതൽ സമയം ഒരിക്കലും വയ്ക്കരുത്. ഏകദേശം ഒരു 18 മിനിറ്റൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കിത് തുറന്നു നോക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെന്തോ എന്ന് നോക്കാം. അതിനായിട്ട് സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ആക്കി നോക്കുമ്പോൾ ബാറ്റർ ഒട്ടും പറ്റി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് വെന്തു എന്ന് മനസ്സിലാക്കാം. ഇതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ചൂടാറാൻ വേണ്ടി വയ്ക്കണം. അപ്പോൾ കേക്ക് ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്നും പുറത്തേക്ക് എടുക്കാം. അടിപൊളി ടേസ്റ്റിലൊരു കേക്കാണിത്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ. അപ്പോൾ അമൃതം പൊടി ഇല്ലാത്തവർക്കാണെങ്കിൽ ഈ അമൃതം പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അമൃതം പൊടി തന്നെ വേണം നിർബന്ധം ഇല്ല. അപ്പോൾ എല്ലാവരും എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുകൂടാതെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.